സംസ്ഥാനത്തെ ഡോക്ടർമാർക്ക് പെരുമാറ്റച്ചട്ടം പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനും പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. സ്വന്തമായുള്ള യൂട്യൂബ് ചാനലുകളും പരസ്യ വരുമാനവും പെരുമാറ്റച്ചട്ട ലംഘനമെന്നും ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എങ്ങനെ നോക്കിക്കാണും? വിഷ്ണു, ഫെബ്രുവരി 27-ാം തീയതി ഇറക്കിയ ഉത്തരവിലാണ് ഇത്തരത്തിൽ വിചിത്രമായ നീക്കവുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തെ സർക്കാർ സർവീസിലിരിക്കുന്ന ഡോക്ടർമാർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനും പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1960-ലെ ഡോക്ടർമാർ, അതായത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടപ്രകാരം 48-ാം വകുപ്പ് പ്രകാരം ഇത് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ സർക്കാർ സേവനത്തിലിരിക്കുന്ന ഡോക്ടർമാർ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ പങ്കുവെക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നവമാധ്യമങ്ങളായ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ മാധ്യമങ്ങളിൽ ചാനലുകൾ തുടങ്ങുന്നതും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതും ഇതിൽ വ്യൂസ് ഉണ്ടാകുന്നതും പരസ്യ വരുമാനം നേടുന്നതും കുറ്റകരമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാമായിരുന്നു, സംസ്ഥാനത്തെ സർക്കാർ സർവീസിലിരിക്കുന്ന ഡോക്ടർമാർക്ക് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കൺസൾട്ടേഷനും മറ്റുമായിരുന്നു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതും അതോടൊപ്പം തന്നെ ചാനലുകൾ തുടങ്ങുന്നതും അവരുടെ ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ചാനലുകൾ റീച്ച് ആകുന്നതും ഒക്കെ ഈ ചട്ടപ്രകാരം കുറ്റകരമാണെന്നും അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നതിനും ഇത്തരത്തിൽ വീഡിയോകൾ പങ്കുവയ്ക്കുന്നതിനുമായിട്ടുള്ള അനുമതി തേടിക്കൊണ്ട് പ്രശസ്ത വകുപ്പുകളോട് അല്ലെങ്കിൽ അധികാരപ്പെട്ട വകുപ്പുകളോട് അനുവാദം ചോദിക്കുകയാണെങ്കിൽ നേരത്തെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വരുമാനങ്ങൾ നേടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിലവിൽ ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള നവമാധ്യമങ്ങളിൽ വരുമാനം നേടുന്ന ആളാണോ തുടങ്ങിയ തെളിവുകളൊക്കെ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് പ്രധാനമായും പറയുന്നത് 1960-ലെ സർക്കാർ ജീവനക്കാരുടെ ചട്ടപ്രകാരം നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ നവമാധ്യമങ്ങളും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന നടപടികളും കുറ്റകരമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വകുപ്പ് തലത്തിൽ ഉദ്യോഗസ്ഥർ അനുമതി തേടിക്കൊണ്ട് ഒരു പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശത്തിന് മറുപടി കൂടിയായിട്ടാണ് ഒരു വിചിത്ര ഉത്തരവുമായിട്ട് ആരോഗ്യ വകുപ്പ് രംഗത്തെത്തിയിട്ടപ്പോൾ പ്രധാനമായിട്ടും സർക്കാർ സർവീസിലിരിക്കുന്ന ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ സർക്കാർ ഡോക്ടർമാർക്ക് സമൂഹ മാധ്യമങ്ങളിൽ പൂർണ്ണമായിട്ട് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രധാനപ്പെട്ട മുഖങ്ങളൊക്കെ ഈ ആശുപത്രി ആതുര സേവന രംഗത്തെ പ്രധാനപ്പെട്ട മുഖങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന പല കാര്യങ്ങളും പല ഘട്ടങ്ങളിലും ഒക്കെ വാർത്തയാകുന്നുണ്ട്. ഒരുപക്ഷെ അത് തന്നെയാവണം ഇത്തരത്തിലുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്താനും കൂടി കാരണമായിട്ടെന്ന് മനസ്സിലാക്കാം. എന്തായാലും വരും സമയങ്ങളിൽ, വരും കാലങ്ങളിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നതിനും ഡോക്ടർമാർക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആരോഗ്യവകുപ്പ് പുതിയൊരു തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ അത്ര വരും മണിക്കൂറുകളിൽ ഈ വിഷയങ്ങൾ വലിയ ചർച്ചയാകാനും ഒക്കെ സാധ്യത. എന്തായാലും നിലവിലിപ്പോൾ എല്ലാ സമൂഹ മാധ്യമങ്ങളിൽ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്ക് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വിഷ്ണു, ടിൻഡു, ഒരുപക്ഷെ നമുക്കറിയാം, മറുവശത്ത് തങ്ങൾക്ക് കൃത്യമായി സുരക്ഷ ഒരുക്കാത്തതിൽ ശക്തമായൊരു അമർഷം ആരോഗ്യ വകുപ്പിന് നേരെ ഡോക്ടർമാരിൽ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിചിത്ര ഉത്തരവുകൾ കൊണ്ടുവന്ന് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വരും മണിക്കൂറിൽ നേരത്തെ ടിൻഡു സൂചിപ്പിച്ചതുപോലെ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഇനി ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം തന്നെയല്ലേ ഉയരുന്നത്? തീർച്ചയായും ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെയും ആതുര സേവന രംഗത്ത്, അതായത് ആശുപത്രി ജീവനക്കാരുടെയും സുരക്ഷയെ പറ്റിയിട്ടൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളും നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിലൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള പരിഹാരം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വകുപ്പിന്റെ ഒരു കടന്നുവരൽ. ഒരുപക്ഷെ ഈ ആശുപത്രികൾക്കകത്തും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനകത്തും ആരോഗ്യ മേഖലയുമായി സംബന്ധപ്പെട്ടുള്ള അഴിമതികളും അതുപോലെ തന്നെ മറ്റ് ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നതും പ്രധാനപ്പെട്ട ഈ ഡോക്ടർമാർ, പ്രധാന മുഖങ്ങളുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വഴിയാണ്, സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെയാണ് പങ്കുവെക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഈ വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പുറത്തറിയപ്പെടേണ്ട കാര്യങ്ങളൊക്കെ അറിയപ്പെടാതെ പോകും. ഒരുപക്ഷെ അത് ഇനി അറിയുക എന്നുള്ളത് തന്നെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ പുറം ലോകം അറിയത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള മാധ്യമങ്ങളിൽ ഡോക്ടർമാർ അവരുടെ സേവനങ്ങൾ വെച്ചുകൊണ്ടുള്ള അറിവുകൾ പങ്കുവയ്ക്കുകയും
അതൊക്കെ കൂടുതൽ വ്യൂസിലോട്ട് പോവുകയും ഒരുപക്ഷെ ആളുകൾ കൂടുതലും യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള നവമാധ്യമങ്ങൾ മാത്രം ആശ്രയിക്കുന്ന സാഹചര്യം വരുമെന്നൊക്കെ ഒരു വാദം ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും തന്നെ ഒരുപക്ഷെ സംസ്ഥാനം, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഇന്റർനെറ്റ് സേവനങ്ങൾ പ്രഥമ പരിഗണന നൽകിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന സംസ്ഥാനം കൂടിയാണ്. ആ ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തെ സർക്കാർ സർവീസിലിരിക്കുന്ന ഡോക്ടർമാർക്ക് മാത്രം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത്. പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രം സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാം, വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാം, അല്ലാതെ സമൂഹ മാധ്യമങ്ങൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതും തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഭരണഘടനാ ലംഘനം തന്നെയാണ്. ഒരുപക്ഷെ അതത് വ്യക്തി സംസാരിക്കാനുള്ള അല്ലെങ്കിൽ അറിയിക്കാനുള്ള അവകാശങ്ങൾ ലംഘിക്കുന്നത് കൂടിയാണെന്ന് നമുക്ക് അങ്ങനെയും കൂടി അനുമാനിക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും ഈ സമയങ്ങൾ പിന്നിടുമ്പോഴും ഒരുപക്ഷെ ഫെബ്രുവരി 27-ാം തീയതി വന്നൊരു ഉത്തരവാണ്. ഇത്രയും സമയങ്ങൾ പിന്നിടുമ്പോൾ പോലും ഇവരുടെ ഭാഗം അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് അല്ലെങ്കിൽ ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാവാത്തത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിലക്കുകൾ ഏർപ്പെടുത്തിയ ആ വിലക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ ഡോക്ടർമാർക്ക് പെരുമാറ്റച്ചട്ടം പുറത്തിറക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനും പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതിനുമാണ് വിലക്ക്. ഒപ്പം തന്നെ സ്വന്തമായുള്ള യൂട്യൂബ് ചാനലുകളും പരസ്യ വരുമാനവും പെരുമാറ്റച്ചട്ട ലംഘനമെന്നും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.